ഫസ്റ്റ് വൺ, സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത്. ആൻസർ പാപ്പനംകോട്. പാപ്പനംകോടാണ് സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത്. ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമമന്ത്രാലയം ആരംഭിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ 14454. ആൻസർ 14454. ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമമന്ത്രാലയം ആരംഭിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ 14454. 2023 ഏറ്റവും മികച്ച ഏകദിന ക്രിക്കറ്റർക്കുള്ള ICC പുരസ്കാരം നേടിയ ഇന്ത്യൻ താരം. ആൻസർ വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയാണ് 2023 ഏറ്റവും മികച്ച ഏകദിന ക്രിക്കറ്റർക്കുള്ള ICC പുരസ്കാരം നേടിയ ഇന്ത്യൻ താരം. ആരാണ്? വിരാട് കോഹ്ലി. ലോകത്തിലെ ആദ്യത്തെ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക്. ആൻസർ സിലിംപാൽ ടൈഗർ റിസർവ്. ഒഡീഷയിലെ സിലിംപാൽ ടൈഗർ റിസർവ് ആണ് ലോകത്തിലെ ആദ്യത്തെ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക്. സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറക്കിയ സിനിമ. ആൻസർ തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികളാണ് സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറക്കിയ സിനിമ. തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ എന്ന സിനിമയുടെ സംവിധായകൻ. ആൻസർ MR രാജൻ. MR രാജനാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ എന്ന സിനിമയുടെ സംവിധായകൻ. $3 ലക്ഷം കോടി വിപണി മൂല്യം കൈവരിക്കുന്ന രാമത്തെ കമ്പനി. ആൻസർ മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ് ആണ് $3 ലക്ഷം കോടി വിപണി മൂല്യം കൈവരിക്കുന്ന രാമത്തെ കമ്പനി. ഏതാണ്? മൈക്രോസോഫ്റ്റ്. $3 ലക്ഷം കോടി വിപണി മൂല്യം കൈവരിക്കുന്ന ആദ്യ കമ്പനി. ആൻസർ ആപ്പിൾ. ആപ്പിൾ ആണ് $3 ലക്ഷം കോടി വിപണി മൂല്യം കൈവരിക്കുന്ന ആദ്യ കമ്പനി. സംസ്ഥാന നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപനം നടത്തിയത്. ആൻസർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാൻ 1.24 മിനിറ്റാണ് സംസ്ഥാന നിയമസഭാ ചരിത്രത്തിൽ ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപനം നടത്തിയത്. 2024 ജനുവരിയിൽ അന്തരിച്ച കഥകളി ചെണ്ട ആചാര്യൻ. ആൻസർ ആയാങ്കുടി കുട്ടപ്പ മാരാർ. ആയാങ്കുടി കുട്ടപ്പ മാരാറാണ് 2024 ജനുവരിയിൽ അന്തരിച്ച കഥകളി ചെണ്ട ആചാര്യൻ. മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത്. ആൻസർ K രാജഗോപാൽ. K രാജഗോപാലാണ് മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത്. ആരാണ്? K രാജഗോപാൽ. മഹാകവി K രാജഗോപാലിന് പന്തളം കേരളവർമ്മ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായ കൃതി. ആൻസർ പതികാലം. പതികാലം എന്ന കൃതിയാണ് മഹാകവി K രാജഗോപാലിന് പന്തളം കേരളവർമ്മ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായ കൃതി. 2024 ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ആൻസർ കേരളം. കേരളമാണ് 2024 ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയ മധ്യപ്രദേശ് സ്വദേശിനി. ആൻസർ പ്രീതി രജക്. പ്രീതി രജകാണ് കരസേനയിൽ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയ മധ്യപ്രദേശ് സ്വദേശിനി. ആരാണ്? പ്രീതി രജക്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. ആൻസർ അരീന സബലേങ്ക. അരീന സബലേങ്ക ആണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത്. ആൻസർ കാസർഗോഡ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡ്.
നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത്? ആൻസർ സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രൻ ആണ് നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത്. ആരാണ്? സുഭാഷ് ചന്ദ്രൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2023 മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായത്? ആൻസർ പാറ്റ് കമിൻസ്. പാറ്റ് കമിൻസ് ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2023 മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായത്. 2024 ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്? ആൻസർ PB വരാലെ. PB വരാലെയാണ് 2024 ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ആരാണ്? PB വരാലെ. 2024 ജനുവരിയിൽ അന്തരിച്ച ബംഗാളി നടി? ആൻസർ ശ്രീല മജുംദാർ. 2024 ജനുവരിയിൽ അന്തരിച്ച ബംഗാളി നടിയാണ് ശ്രീല മജുംദാർ.